ഹൈ ഗേസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതേപോലെ വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ യൂട്യൂബ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നൽകുന്നതാണ്. ഹൈ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി ലോൺ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതേപോലെ വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ യൂട്യൂബ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് വെരി ഫാസ്റ്റ് ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ഏതാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ ഞാൻ ഇവിടെ ഈ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഗണേഷ് ഫാസ്റ്റ് പേഴ്സണൽ ലോൺ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ പേര് ആരും മറക്കരുത്, ഗണേഷ് ഫാസ്റ്റ് പേഴ്സണൽ ലോൺ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫാസ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ ഈസി ആയിട്ടും ഒക്കെ ലോൺ തരുന്ന ഒരു അടിപൊളി ലോൺ ആപ്ലിക്കേഷനാണ് ഈ ഗണേഷ് ഫാസ്റ്റ് പേഴ്സണൽ ലോൺ എന്നുള്ളത്. ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് ലോൺ ലഭിക്കുവാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിലുള്ള ഒരാളായിരിക്കണം എന്നാണ് ഇവരുടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യയിലുള്ള ഒരാളായിരിക്കണം എന്നതാണ്. പിന്നെ രണ്ടാമത്തേത് എന്ന് പറയുന്നത് നമ്മൾക്ക് ലോണിന് അപ്ലൈ ചെയ്യുന്ന ആൾക്ക് 18 വയസ്സോ അതിന് മുകളിലോ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ വരുമാനത്തിന് അനുസരിച്ചുള്ള ഒരു എമൗണ്ട് ആയിരിക്കും ഇവർ നമുക്ക് ലോൺ തരിക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മന്ത്ലി ഇൻകം ഉള്ളത് അതിനനുസരിച്ച് ഉള്ള ഒരു ലോൺ എമൗണ്ട് ആയിരിക്കും ഇവർ നിങ്ങൾക്ക് അപ്രൂവ് ചെയ്ത് തരിക. അപ്പോൾ ലോൺ എമൗണ്ട് അല്ലെങ്കിൽ നമുക്ക് മന്ത്ലി ഇൻകം കൂടുതലുള്ളവർക്കൊക്കെ കൂടുതൽ എമൗണ്ടുകൾ ലോൺ ലഭിക്കുവാനുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇത്, ഈ ഗണേഷ് ഫാസ്റ്റ് പേഴ്സണൽ ലോൺ എന്നുള്ള ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏകദേശ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്കിത് ലോൺ എടുക്കുവാനുള്ള ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ആധാർ കാർഡ് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ പാൻ കാർഡ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസുകൾ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഈ ഗണേഷ് ഫാസ്റ്റ് പേഴ്സണൽ ലോൺ എന്നുള്ള ഈ ആപ്ലിക്കേഷൻ എന്നുള്ളത്. അപ്പോൾ ഇവർ ഇതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് അല്ലെങ്കിൽ ഇവരിൽ നിന്ന് 60,000 രൂപ ലോൺ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രോസസ്സിംഗ് ഫീ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് 1,500 രൂപയാണ്. അതേപോലെ തന്നെ GST ചാർജ് വരുന്നത് 270 രൂപയാണ്. അതേപോലെ തന്നെ നമുക്ക് മന്ത്ലി EMI എന്ന് പറയുന്നത് 5,429 രൂപയാണ്. അപ്പോൾ ഈ 60,000 രൂപ നമ്മൾ 12 മാസത്തേക്ക് ലോൺ എടുക്കുമ്പോൾ നമുക്ക് ടോട്ടലായിട്ടുള്ള ഇൻട്രസ്റ്റ് വരുന്നത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരുന്നത് എന്ന് പറയുന്നത് നമുക്ക് 6,648 രൂപയാണ് കൂടുതലായിട്ട് തിരിച്ചടയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഇതിന് പ്രോസസ്സിംഗ് ഫീയും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടെയാണ് ഈ പറയുന്നത്. അപ്പോൾ നമുക്ക് 5,429 രൂപയാണ് ഇതിൽ നമുക്ക് ഓരോ മാസവും നമ്മൾ തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ 60,000 രൂപ 12 മാസത്തേക്ക് എടുക്കുമ്പോൾ നമ്മൾ ടോട്ടലായിട്ട് റീപേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നത് 65,148 രൂപയാണ്. അപ്പോൾ നമുക്ക് പൊതുവെ ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ പ്രോസസ്സിംഗ് ഫീ ഒക്കെ കുറവുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഈ ഗണേഷ് ഫാസ്റ്റ് പേഴ്സണൽ ലോൺ ആപ്പ് എന്നുള്ളത്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നിങ്ങൾക്ക് ലോണിന് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതേപോലുള്ള ആപ്ലിക്കേഷനുകളിൽ കയറി ട്രൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ വെറുതെ നിസ്സാരമായ കാരണങ്ങൾക്ക് നിങ്ങൾ ഇതേപോലുള്ള ലോൺ ആപ്ലിക്കേഷനുകളിൽ കയറി ലോൺ എടുക്കാൻ ശ്രമിക്കരുത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തികച്ചും ഇന്ത്യയിൽ തന്നെ ഉള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. ഇന്ത്യയിൽ തന്നെ ഉള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. ബംഗാളാണ് ഇതിൻ്റെ മെയിൻ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്. കൊൽക്കത്ത, ബംഗാൾ ആണ് ഇതിൻ്റെ മെയിൻ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്. പിന്നെ അത്യാവശ്യം റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഈ ഗണേഷ് ഫാസ്റ്റ് പേഴ്സണൽ ലോൺ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇനി ഇത് കണ്ടപാടെ നിങ്ങൾ പറയേണ്ട ഫേക്കാണ് എന്നുള്ളത് നിങ്ങൾ പറയേണ്ട. നിങ്ങൾ ഇതിൽ ഇവരുടെ കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി, അതിൻ്റെ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയതിന് ശേഷം എന്തൊക്കെയാണ് ഇതിൽ വേണ്ടത് എന്ന് ഞാൻ ഇപ്പോൾ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളവർ മാത്രം ലോണിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ